ഈ യൂട്യൂബർ രാജൻ ജോസഫിനെ വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ രാജൻ ജോസഫിൻ്റെ അത് എനിക്ക് ചോദിക്കാനുള്ളത്, ഇദ്ദേഹത്തിന് ഈ നാട്ടിലെ നിയമമൊന്നും ബാധകമല്ലേ? കഴിഞ്ഞ ദിവസം ശ്രീനാദേവി കുഞ്ഞമ്മയെ അപമാനിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അടൂർ എറണാകുളത്ത് അറസ്റ്റ് ചെയ്ത് അടൂർ കൊണ്ടുവന്ന് അതിന് ജാമ്യമൊക്കെ, അതായത് CPM രണ്ട് സാക്കളൊന്നാണ് ജാമ്യം എടുത്ത് കൊണ്ടുപോയത്. അപ്പോൾ ജാമ്യം എടുക്കാൻ വന്ന സാക്കളിന് സമാനം പറയേണ്ടി വരും ഇതിന്. അല്ല, അതിനൊപ്പം ഇത്തവണ അദ്ദേഹത്തിന്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, സിബി എന്ന് പറഞ്ഞ. അതെ അതെ, ഈ സിബി വികാസി പ്രതിയാണ്, രണ്ടും കൂടെ ഒരുമിച്ചിരുന്നാണ് ഈ ചർച്ച നടത്തിയത്. ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്, നമ്മൾ ഇപ്പോൾ യൂട്യൂബർ രാജൻ ജോസഫിനോട് നമുക്ക് എതിർപ്പൊന്നുമില്ല. അദ്ദേഹം ഉപയോഗിക്കുന്ന രീതി, അതായത് യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന ഒരു സ്ത്രീക്കെതിരെ പറയുന്ന വളരെ മോശം ഭാഷ, ഇത് ആർക്ക് വേണ്ടിയാണ് അദ്ദേഹം പറയുന്നത്, എന്തിനു വേണ്ടിയാണ് പറഞ്ഞതെന്ന് നമുക്കറിയില്ല. അല്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞ് സ്ത്രീകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ അല്പം കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല വ്യക്തതയുള്ള ധാരണയുള്ള മനുഷ്യൻ തന്നെയാണ്, നമുക്ക് ഇൻ്റർവ്യൂ കാണുമ്പോഴൊക്കെ അറിയാം. പക്ഷേ ഇത്തരം ഭാഷ, സ്ത്രീകൾക്കെതിരേക്ക് ഇത്തരം ഭാഷ ഉപയോഗിക്കുമ്പോൾ അത് അപകടകരമാവും. അല്ല, എനിക്കിതിനകത്ത് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. ഇപ്പം ശ്രീനാദേവിക്കെതിരെ രാജൻ ജോസഫിന് എന്താണ് ശ്രീനാദേവിയോട് കുഴപ്പം എന്നുള്ളത്? ശ്രീനാദേവി CPIയുടെ നേതാവായിരുന്നു. അവർ പാർട്ടി വിട്ടുപോയി കോൺഗ്രസിൽ ചേർന്നു. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ അവരുടെ അഭിപ്രായം പറഞ്ഞു. അവരെ അഭിപ്രായം പറയുന്നതിലേക്ക് തള്ളിവിട്ടതാണ് ഇവിടുത്തെ റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനൽ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവിഹിതഗർഭം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് നടക്കലായിരുന്നു റിപ്പോർട്ടർമാരുടെ പണി സ്ഥിരമായിട്ട്. ഈ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർമാരുടെ പണി, അതും പ്രത്യേകിച്ച് വനിതാ റിപ്പോർട്ടർമാർ. അവരെ ഇങ്ങനെ ചോദിച്ച് പോയ കൂട്ടത്തിൽ ഈ ശ്രീനാദേവിയെ വിളിച്ച് ഒരു റിപ്പോർട്ടർ ചോദിച്ചു. ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഇല്ലാത്തൊരു റിപ്പോർട്ടറാണെന്നാണ് ആരാണെന്ന് എനിക്കറിയില്ല. വിളിച്ചു ചോദിച്ചപ്പോൾ ശ്രീനാദേവി എന്ത് പറഞ്ഞു? ശ്രീനാദേവിക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഇയാളിൽ നിന്നുണ്ടായല്ലോ, ഞങ്ങളോട് പറയാമോ എന്നാണ് ചോദിച്ചത്. ശ്രീനാദേവി പറഞ്ഞു, എനിക്കൊന്ന് മോശം അനുഭവം, എനിക്ക് അയാളിൽ നിന്ന് മോശം അനുഭവം ഒന്നുമില്ല. മാത്രമല്ല, നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് ഈ മോശം അനുഭവം ചോദിക്കുന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന് അവർ ചോദിച്ചു. മാത്രമല്ല, അവർ അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ രാജൻ ജോസഫ് അടക്കമുള്ള ആൾക്കാർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്. അതെ. അപ്പം രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ച് ഒരു വനിതാ നേതാവ് പ്രത്യേകിച്ച് ശ്രീനാദേവിയെ പോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വനിതാ നേതാവ് മുന്നോട്ട് വന്നതോടെ യുവമാർക്ക് അങ്കലാപ്പായി. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം എന്നാൽ ശ്രീനാദേവിയെ കൂടെ അങ്ങ് നിഷ്കാസനം ചെയ്തേക്കാം എന്ന് കരുതിയാണ് അവർക്കെതിരെ രൂക്ഷമായ ആക്രമണം. ശ്രീനാദേവി അവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി അവർക്കെതിരെ രൂക്ഷമായ ആക്രമണം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ശ്രീനാദേവിക്ക് ആരോടൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു? അവരുടെ മുൻ പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറിയോടും അതുപോലെ CPI നേതാക്കളോടും, അതേസമയം തന്നെ ഈ പറയുന്ന രാജൻ ജോസഫ് അടക്കമുള്ള യൂട്യൂബർമാരോടും ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ അവർ നല്ല ബോൾഡ് ആണ്, അത് കാരണം അവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അവർ കൃത്യമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകും. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അവർ കരഞ്ഞ് വിളിച്ചൊന്നുമല്ല പറയുന്നത്, വളരെ ബോൾഡായി കൃത്യമായി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ 1, 2, 3, 4 എന്ന് പറഞ്ഞാണ് അവർ പറയാറുള്ളത്. ഇപ്പൊ ഇന്നലെ ഒരു ഹൈക്കോടതി വിധി വന്നു. അതായത് ശ്രീനാദേവിയുടെ റേഷൻ കാർഡ് കേസിൽ പോലീസ് ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിചാരിച്ചു ശ്രീനാദേവി കൊടുത്ത കേസാണ്. അപ്പം ഞാൻ ആ കേസ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ ശ്രീനാദേവി വ്യാജമായി റേഷൻ കാർഡ് പേര് ചേർത്തിട്ട് വോട്ടേഴ്സ് ID സൃഷ്ടിച്ചു, വോട്ടേഴ്സ് ID പേര് ചേർത്തു എന്ന് പറഞ്ഞ് ശ്രീനാദേവിയുടെ അമ്മാവൻ്റെ മക്കളായിട്ടുള്ള 3 യുവാക്കളാണ് പരാതി കൊടുത്തത്. അപ്പോൾ അവർ തന്നെയാണ് കോടതിയെ സമീപിച്ചു നിൽക്കുന്നത്, ഇതിനകത്ത് പോലീസ് ഇടപെടാൻ പാടില്ല. അപ്പം ഞാനത് ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവർ ശ്രീനാദേവിക്കെതിരെ കൊടുത്ത ഒരു വ്യാജ പരാതിയാണ്. അത് LDF സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇവരുടെ വ്യാജ പരാതി, ഇവരുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും മന്ത്രിതലത്തിലുള്ള ഇടപെടലും കാരണം ഇവരുടെ റേഷൻ കാർഡ് സപ്ലൈ ഓഫീസർ, അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ റദ്ദാക്കും. ഇത് റദ്ദാക്കി കഴിഞ്ഞപ്പോൾ ഉള്ള പ്രശ്നം എന്താ? ഇവർ അപ്പീൽ കൊടുക്കുന്നു. ഇത് റദ്ദാക്കിയതിന് ശേഷം ഇവരുടെ നീക്കം ഇവരുടെ വോട്ടവകാശം സ്റ്റേ ചെയ്യാനും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇവരെ പേര് വെട്ടാനുമല്ല. അതെന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ, അവരിപ്പം മത്സരിക്കാൻ പാടില്ല തെരഞ്ഞെടുപ്പിൽ. ഇനി ആദ്യം അവർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ആ സമയത്താണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് അവിടെ മത്സരിക്കാനുള്ള അവകാശം കിട്ടി, കളക്ടർ കൊടുത്തു. അതിനുശേഷം അവർ ജയിച്ചു, ജില്ലാ പഞ്ചായത്ത് അംഗമായി കോൺഗ്രസിൻ്റെ. വീണ്ടും എന്താണ്, ശ്രീനാദേവിയുടെ പേര് ചടയമംഗലം പോലുള്ള സ്ഥലങ്ങളിൽ, അല്ലെ ആറന്മുള പോലുള്ള അസംബ്ലി സീറ്റിൽ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞ് വന്നപ്പോൾ ഇനി ഇവർ അസംബ്ലിയിൽ കൂടി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്, അതുകൊണ്ട് ആ പേര് വെട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ വീണ്ടും ഇത് ഇറക്കുന്നത്. ശ്രീനാദേവി എന്ത് ചെയ്തു? അതിനെതിരെ വീണ്ടും കളക്ടർക്ക് പരാതി കൊടുക്കുന്നു. അങ്ങനെ അവരുടെ വോട്ടവകാശം നിലനിർത്തുന്നു. പക്ഷേ ഇവരുടെ റേഷൻ കാർഡ് റദ്ദാക്കും. അതിനെതിരെ അവർ വിവരാവകാശം വെച്ച് രേഖകൾ ചോദിച്ചു. ഈ എന്തുകൊണ്ട് എൻ്റെ റേഷൻ കാർഡ് റദ്ദാക്കി, ഞാൻ ഇതിനൊപ്പം സമർപ്പിച്ചിരുന്ന രേഖകൾ തരാൻ പറഞ്ഞപ്പം ഇവരുടെ ആധാർ കാർഡ്, അവരുടെ വീട്ടിലെ ആ കുടുംബനാഥ ഗ്രഹനാഥ റേഷൻ കാർഡ് എന്ന് പറയുന്നത്
റേഷൻ കാർഡ് ആരുടെ പേരിലാണോ അത് മരിച്ചുപോയി, അതായത് ശ്രീനാദേവിയുടെ അമ്മായിയെ. അമ്മായിയാണ്, അവരാണ് റിക്വസ്റ്റ് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് ഇവരെ അവിടെ ചേർക്കാനായിട്ട്. ഇത്രയും രേഖകൾ കിട്ടിയപ്പം പിന്നെ എങ്ങനെ ഇവരുടെ റേഷൻ കാർഡ് റദ്ദാക്കി എന്നുള്ള ചോദ്യം വന്നപ്പോൾ സപ്ലൈ ഓഫീസർ പറഞ്ഞു മേളിൽ നിന്നുള്ള നിർദ്ദേശമാണ്. ഇപ്പം സംഗതി എന്തായി? എന്താണോ ഇവർ ശ്രീനാദേവിക്കെതിരെ വ്യാജരേഖ ചമച്ചതിന് പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി കൊടുത്തു. എന്താണോ ശ്രീനാദേവിക്കെതിരെ ഇവർ കൊടുത്ത പരാതി അത് നേരെ തിരിഞ്ഞു. അപ്പൊ ഇവർക്ക് നോക്കുമ്പോൾ ഇവർ ഭരണം പോയി, ശ്രീനാദേവിയെ ദ്രോഹിച്ചിട്ടുള്ള രാജൻ ജോസഫ് അടക്കമുള്ളവരെ തിരിച്ചു പണിയാൻ തുടങ്ങി. ഇപ്പൊ ഈ പറഞ്ഞവന്മാർക്ക് പണി കിട്ടും. അതിന് ഇവർ എന്നിരിക്കുന്ന എന്തിന്റെ പേരിലായി ഞങ്ങളെ പോലീസ് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പോയി കോടതിയിൽ പോയി ഈ ഒരു മുൻകൂർ ജാമ്യം പോലും സംഭവം. വിചിത്രമായ ഒരു കേസാണ്. അതാണ് പേടിച്ചു പോയി ഇവന്മാര് പേടിച്ചു പോയി. ഇനി ഞങ്ങളകത്ത് പോലോ രക്ഷിക്കാരുമില്ലല്ലോ, അതെ. അപ്പൊ അതേ രീതിയിലാണ് ഈ രാജൻ ജോസഫും ഈ സിബി എന്ന് പറയുന്ന ഇവർ രണ്ടുപേര് ചേർന്നിരുന്നത് ഈ ശ്രീനാവിക്ക്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു ചാനലിൽ വന്നിട്ട് സംസാരിക്കാൻ പറ്റും. വളരെ മോശമായ ഭാഷ ഉപയോഗിക്കുന്നു. അതിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ അതിനേക്കാൾ. അപ്പൊ എന്ത് ചെയ്തു? ഇവർ രണ്ടും കൂടെ ഒന്നിച്ചു. സ്വാഭാവികമാണ്, അധികാരം അവർക്ക് കിട്ടി. രാഹുലും ശ്രീനാവിയും കൂടെ ഒന്നിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് മാത്രമല്ല, മുഹമ്മദ് റിയാസിനെ കുറിച്ചാണ് അതിനേക്കാളും വൃത്തിയായിട്ട് രീതിയിലുള്ള പരാമർശം അത് പറഞ്ഞു. പിന്നെ ഇവർക്ക് ഷാഫി പറമ്പിലിനെതിരെ പറയുന്നു വീണ്ടും. അപ്പൊ എന്ത് ചെയ്യുന്നു? ശ്രീനാദേവി എന്ത് ചെയ്തു? ശ്രീനാദേവി കൊടുത്ത പരാതി അപകീർത്തി എന്നുള്ളതല്ല, സ്ത്രീത്വത്തെ യൂട്യൂബ് ചാനൽ വഴി അപമാനം. അപ്പോൾ അങ്ങനൊരു പരാതി ചെല്ലുമ്പോൾ പോലീസിന് കേസെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ജാമ്യമില്ല വകുപ്പിട്ട് കേസെടുത്തു. ഇത് ചുമത്തി. അപകീർത്തിയും ഉണ്ട്, ഇതുമുണ്ട്. അത് കോടതി എന്തായാലും ഇയാൾക്ക് ജാമ്യം കൊടുത്തു വിട്ടു. ജാമ്യം ഇറക്കാൻ ചെന്നത് ആരാ? CPM. അപ്പോഴാണ് അവർ പറഞ്ഞത് റിയാസും ഇളമരം കരീമും തമ്മിൽ പ്രകൃതി വിരുദ്ധ ബന്ധമാണെന്ന് വീഡിയോ ഇട്ടവനാണ് രാജൻ ജോസഫ്. അപ്പോൾ ആ മിസ്റ്റർ മരുമകനെ കുറിച്ചാണ് വന്നിരിക്കുന്നത്. അതൊന്നും അവർക്ക് ഞങ്ങൾക്കപ്പോൾ ഒരു പ്രശ്നമല്ല. ഞങ്ങൾക്ക് പ്രശ്നം രാഹുൽ മാങ്കൂട്ടവും ശ്രീനാദേവിയാണ്. ഞങ്ങൾ ഉടനെ ചെല്ലും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇയാളെ പിടിച്ചോണ്ട് വരുന്ന വഴിക്ക് അവിടെ ഇട്ട് പിള്ളേർ തേമ്പി വിടുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് അടിയോടെ. കാരണം രാഹുലിനെയൊക്കെ അതുപോലെ വളരെ മോശമായിട്ട് തന്നെ ചിത്രീകരിച്ചുകൊണ്ടാണ് ജാമ്യവ്യവസ്ഥ ലംഘിച്ചിരിക്കുകയാണ് ഫലത്തിൽ. ഇയാൾ ഇവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് ഇയാൾ പോസ്റ്റാൻ തുടങ്ങി ശ്രീനാദേവിക്കെതിരെ വീണ്ടും. ഇതൊന്നും കണ്ട് രാജൻ ജോസഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ ഇപ്പോൾ ജാമ്യത്തിൽ വന്നിരിക്കുന്നത് എന്താണ്? അതിനകത്ത് ജാമ്യത്തിൽ വ്യവസ്ഥകളുണ്ട്. ഈ പരാതിക്കാരിക്കെതിരെ ഒന്നും പറയാൻ പാടില്ല. നിങ്ങൾ ഇതിനകത്ത് ഇവരെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല. ഇയാൾ നേരത്തെ ഇങ്ങോട്ട് ഇറങ്ങി നേരെ സ്റ്റുഡിയോയിലോട്ട് വന്നിരുന്നു. വീണ്ടും എന്തൊരു മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത്. അത് സംസാരിച്ചു, അത് കേസായി, അവരെ അറസ്റ്റ് ചെയ്തു, വീണ്ടും അറസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ കോടതി കൊണ്ടുവരുമ്പോൾ കോടതി പിടിച്ചാകത്തിനോ? ഇനിയിപ്പോൾ ജാമ്യം കൊടുക്കുകയില്ല. ഇല്ല, ജാമ്യ വ്യവസ്ഥ ലംഘിച്ച ഒരാളിന് വീണ്ടും ജാമ്യം കൊടുക്കില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ നിയമ സംവിധാനങ്ങളോട് എന്ത് ബഹുമാനമാണ് ഇവർക്കുള്ളത്. ഇവരൊക്കെ നിയമത്തിന് അതീതരാണ്. അല്ല, അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരുപാട് ആളുണ്ട്. നമ്മൾ മാധ്യമരംഗത്ത് എത്തിയാൽ നമുക്ക് നിയമം ബാധകമല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയൊന്നുമല്ല. ഈ രാജ്യത്ത് നമുക്ക് ആകപ്പാടെ ഉള്ളത് നമ്മൾ ആർട്ടിക്കിൾ 19(a) ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യം അല്ല ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ള ആദ്യം നമ്മൾ മനസ്സിലാക്കുക. നമുക്കെതിരെ ഒരു പരാതി വരുന്നു എന്ന് പറയാം, പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി വരും, അല്ലെങ്കിൽ വേറൊരുത്തൊരു പരാതി വരും. പരാതി വരുമ്പോൾ നമുക്ക് പോലീസ് ഒന്നീ നോട്ടീസ് തരും, അല്ലെങ്കിൽ നമ്മളോട് ഹാജരാകാൻ ആവശ്യം. ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, ഞാൻ ഹാജരാകത്തില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, നമുക്കറിയാം. നമുക്കെതിരെ വ്യാജ പരാതിയാണ്. പക്ഷെ അത് നമ്മൾ തെളിയിക്കേണ്ട ബാധ്യത നമുക്കെതിരെ നമുക്ക് ബാധ്യത. അപ്പോൾ പോലീസ് നമ്മളെ വിളിപ്പിക്കുമ്പോൾ നമ്മളവിടെ ചെല്ലുക, നമ്മുടെ ഭാഗം വിശദീകരിക്കുക. വീണ്ടും അത് കോടതിയിലോട്ട് പോയാൽ അവിടെ നമ്മൾ തെളിയിക്കുക, നമ്മുടെ ഭാഗം തെളിയിക്കുക. അതാണ് അതിൻ്റെ രീതി. ഇതെന്താണ് ചെയ്യുന്നത്? ഇതങ്ങോട്ട് ചെന്നിരുന്നിട്ട് എന്നെ വെറുതെ പിടിച്ചകത്തിട്ടു. വെറുതെ അല്ല പിടിച്ചകത്തിട്ടത്. എങ്ങനെ വെറുതെ പിടിച്ചകത്തിരുന്നത്? ജാമ്യവ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് വീണ്ടും ആശ്രയിക്കെതിരെ. അതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങളെ ഞാൻ പുല്ലുവിലയാണ്. ഞാനിത് ബഹുമാനിക്കുന്നത്. കുഞ്ഞമ്മയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ധൈര്യമുള്ള, നല്ല തൻ്റെടമുള്ള, നല്ല അറിവുള്ള ഒരു സ്ത്രീ കൂടിയാണ്. കൃത്യമായിട്ട് അങ്ങനെയുള്ള ഒരു എതിരാളിയോട് നേരിടാൻ പോകുമ്പോൾ കൃത്യമായിട്ട് അവരത് നിരീക്ഷിക്കുകയും പരാതി കൊടുക്കാൻ ചെയ്യുന്നുള്ളത് രാജൻ ജോസഫിനെ അറിഞ്ഞുകൂടാതെ പോയി. രാജൻ ജോസഫ് ആണെങ്കിലും സിബി ഒക്കെ ആണെങ്കിലും ഇത് ചോദിച്ചു മേടിക്കുന്നതാണ്. കാരണം ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ പോരിനിറങ്ങി? രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചതിൻ്റെ പേരിലാണ് നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അതിന് പിന്നിൽ നിങ്ങൾക്ക് പല ആൾക്കാർ കാണും. ഇപ്പം CPI നേതാക്കൾ അടക്കം കാണും അവരവിടുന്ന് പോകുന്നത്. പക്ഷേ അവരാരും ജയിലിൽ കിടക്കാൻ കാണത്തില്ല. അത്രയേ ഉള്ളൂ.